ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 10 ശ്ലോക 5. ഏകാദശ ആഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാഃ ച ദത്വാ താവന്തി അദത്തച്ച പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാവിരജനായ ച സാദരം തം. ഏകാദശ, ദശ എന്നാൽ 10, ഏക എന്നാൽ 1. അപ്പോൾ ഏകാദശ എന്നാൽ 10ഉം 1ഉം ചേർന്ന് 11. അഹ്വയതയാ പങ്കിട്ട്, ച ചേർന്ന്, വിഭിന്ന രൂപം വ്യത്യസ്ത ശരീരം, രുദ്രം രുദ്രൻ എന്ന പേരായ, വിധായ എന്ന് നൽകിയിട്ട്, ദയിത പ്രിയതമകളായ, വനിതാഹ ഭാര്യമാർ അല്ലെങ്കിൽ വനിതകൾ, ച ചേർന്ന്, ദത്വാ കൊടുത്തിട്ട്, താവന്തി മനസ്സറിഞ്ഞ് കൊടുക്കുന്നു, അദത്ത കൽപ്പിക്കുക, ച അതിനോടുകൂടി, പദാതി സ്ഥാനങ്ങളും, ഭവത് ഭഗവാന്റെ, പ്രണുന്നഹ പ്രേരണയനുസരിച്ച്, പ്രാഹ അരുളി ചെയ്യുക, പ്രജാവിരജനായ പ്രജാ സൃഷ്ടിക്ക് അനുയോജ്യനായ, ച കൂടി, സാദരം വിനീതനായ, തം ആ രുദ്രനോട്. ഈ ദശകത്തിൽ ആ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ആ ബ്രഹ്മാവ് ആ തൻ്റെ പുരികത്തിന്റെ നടുവിൽ നിന്നും സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടിക്ക് രുദ്രൻ എന്ന നാമം കൊടുക്കുകയും അതിനുശേഷം 11 വ്യത്യസ്ത ശരീരങ്ങൾ കൊടുക്കുകയും ആ 11 ശരീരം അതിന് ചേർന്നതായ 11 വനിതകളെ ഭാര്യമാരായി കൊടുക്കുകയും അതിനുശേഷം അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇതെല്ലാം ഭഗവാന്റെ പ്രേരണയോടുകൂടി ബ്രഹ്മാവ് ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷം വിനീതനായ ആ രുദ്രനോട് അങ്ങനെ അവരുടെ സ്ഥാനമാനങ്ങളും വനിതകളെയും കൊണ്ട് അവരെ അവരവരുടെ സ്ഥാനത്തിൽ ഏൽപ്പിച്ചതിന് ശേഷം തൻ്റെ പ്രജാ സൃഷ്ടിക്ക് വേണ്ടി വീണ്ടും ബ്രഹ്മാവ് പോവുകയാണ് ചെയ്തത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. ഏകാദശാഹ്വതതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാവിരജയനായ ച സാദരം തം. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. Thank you.